തലമുറകളോളം സമാനതകളില്ലാത്ത രുചി LG കായം. ഇനി നമ്മുടെ ടോപ്പ് സിംഗറിലെ പ്രേക്ഷകരും നമ്മളും ഒക്കെ കാത്തിരിക്കുന്ന പോലെ ഡ്യുവറ്റ് റൗണ്ട് ആണ് വരാൻ പോകുന്നത്. മധുങ്ങളെ ഈ ഡ്യുവറ്റ് റൗണ്ടില് നമ്മുടെ അബിൻ കുട്ടനാണ് കേട്ടോ കൂടെ പാടാൻ പോകുന്നത്. അബിൻ ഓൾറെഡി ഒന്ന് ഇവിടെ പാടി. അയ്യോ, അബിൻ പാടിയ പാട്ട് വന്നിട്ട് പറയാം. എന്നിട്ട് ജൂനിയർ MG വൈറലായെന്ന് അതൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു, പ്രേക്ഷകർക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. അപ്പം അത് പ്രമാണിച്ച് അബിനെ നമ്മൾ ഒന്നുകൂടി നമ്മുടെ സെബക്കുട്ടിയുടെ കൂടെ. സോ ലെറ്റ്സ് വെൽക്കം സെബ മൂൺ ആൻഡ് അബിൻ കൃഷ്ണ. മൈ ഗോഡ്, ഇന്ന് പൊളിക്കും. അതെ, ഇതാരാ, രാജകുമാരനും രാജകുമാരിയുമോ? അതുപോലെ ഉണ്ടല്ലോ ശരിക്കും. ഏത് രാജ്യത്തെ രാജകുമാരനാണോ? രാജ്യത്തെയാണ്. കൊട്ടാരത്തിലെയാണ്. ഇതോ രാജകുമാരി. ഞാനൊരു രാജാവായാൽ നിന്നെ റാണിയാക്കാം പെണ്ണി, കൊച്ചു രാജകുമാരനും രാജകുമാരി തോളിലേറി തുള്ളേണം, എന്റെ തോളിലേറി തുള്ളേ. ഏത് പാട്ടാണ്? രാജകുമാരൻ തുള്ളേറ്റ് തുള്ളണോ? അല്ല, ഈ പാട്ട് ഞാൻ മറന്നു കിടന്നതാണ്. പിന്നെ ഇപ്പൊ റീൽസിലൊക്കെ ഒളിഞ്ഞും മറഞ്ഞും എന്നെ ഈ പാട്ടിന്റെ ഇടയിൽ വരുന്നുണ്ട്. അത് ഇന്ത പാട്ട് തന്നെ. അത് കൊള്ളായിരുന്നു ആ പാട്ട്. എന്താണ് ഒരു കലക്ക് കലകിട്ട് പോയിട്ട് എന്തായി? ആ കാര്യത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. അഭിൻ ഭയങ്കര വൈറലേ ആ പാട്ടോടുകൂടി ഇല്ലേ? അതെ 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 അതെ. ഇന്ന് അത് പാട്ടാ രാജകുമാരിയും പാടാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ടുള്ള പാട്ടാണല്ലോ. ഹമ്മിങ്ങൊക്കെ എന്തൊരു ഈസിയാ. ഞാൻ ഇന്ന് ഇച്ചിരി കൂടുതൽ ആസ്വദിക്കും. ഇന്ന് ഞാൻ എല്ലാം ആസ്വദിക്കാൻ പോവാം. നമ്മുടെ ശ്രീകുട്ടൻ ചേട്ടനും സ്വർണ്ണലത ചേച്ചിയും പാടി. എന്റെ വിദ്യാസാഗർ സാറിന്റെ സംഗീതം. ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞോളൂ. ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ, പിന്നെ മ്യൂസിക് വിദ്യാസാഗർ സാർ, ഫിലിം വർണ്ണപ്പകിട്ട് വർഷ 1990. ഫിലിം പകിട്ടല്ല, വർണ്ണപ്പകിട്ട്. പിന്നെ വർഷ 1997. വെരി ഗുഡ്. അപ്പൊ രണ്ടുപേരും റെഡി ആണല്ലോ അല്ലേ? തകർക്കാൻ റെഡി അല്ലേ? ഓൾ ദി ബെസ്റ്റ്. ഞങ്ങൾ ഇന്ന് കംപ്ലീറ്റ് ആസ്വദിക്കാൻ. ചിലപ്പോ നമ്മൾ പാട്ട് കേട്ടില്ലെന്നിരിക്കും, ചിലപ്പോ ഞങ്ങൾ ഉറങ്ങിന്ന് വരെ വരാം. അപ്പൊ ഞങ്ങൾ ഉണർത്തരുത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മാണിക്കല്ലാൽ മെനുമെനഞ്ഞേ മാമണി കൊട്ടാരം, കുളിരമ്പിളി ആവണി മയ്യണി കാവണി മായ കൊട്ടാരം, എന്റെ മോഹ കൊട്ടാരം. മാണിക്കല്ലാൽ മെനുമെനഞ്ഞേ മാമണി കൊട്ടാരം, താഴിട്ടടച്ചാൽ താനെ തുറക്കും തങ്കത്തിൻ കൊട്ടാരം, കൊമ്പനും തുമ്പിയും കണ്ണുമാ നിൽക്കണ കൊട്ടാരം, എന്റെ മോഹ കൊട്ടാരം. കുഞ്ഞാടിൻ കൂട്ടവും പൂമീനും പൊന്മാനും പൂങ്കുയിൽ പാടും പാട്ടും, മഞ്ഞും മഞ്ചാടി പുള്ളിപ്പൂവാലി തുള്ളും കുഞ്ഞാടി പൂമീനും പൂങ്കുയിൽ പാടും പാട്ടും, ഈലഞ്ഞിക്കാവും പാൽമരം പെയ്യും, നാടൻ കൊടുങ്ങും നിൻ പുഞ്ചിരിയും, ഉള്ളിനുള്ളിൽ കൗതുകമായി മാണിക്കല്ലാൽ മേഞ്ഞുമെനഞ്ഞേ മാമണി കൊട്ടാരം, കുളിരമ്പിളി ആവണി മയ്യണി കാവലി മായ കൊട്ടാരം, എന്റെ മോഹ കൊട്ടാരം.
തിളക്കം കാതിൽ തോണിപ്പാട്ടിൻ വളകിലുക്കം മേലന്തിക്ക് ചിന്തിങ്ങിൻ ചെമ്മുകിൽ ചാന്തിട്ട പൂക്കുല തോൽക്കും ഗന്ധം കണ്ണിൽ മിന്നോട്ടം മിന്നുന്ന തിളക്കം കാതിൽ തോണിപ്പാട്ടിൻ വളകിലുക്കം മേലന്തിക്ക് ചെന്തെങ്ങിൻ ചെമ്മുകിൽ ചാന്തിട്ട് പൂക്കുല തോൽക്കും ഗന്ധം മാറിൽ ചെല്ലു നിലാവോ മഞ്ഞക്കുടമ്പോ താമരമുട്ടോ വർണ്ണപ്പകിട്ടോ മാമയിൽ പീലിപ്പൂ കാവടിയോ മാറിവില്ലോലും പകൽ മുകിലോ കാണാച്ചെപ്പിൻ കുങ്കുമമോ മുത്താ ചുണ്ടത്ത് മുത്തങ്ങളാ മാണിക്കക്കല്ല മാണിക്കക്കല്ലാൽ മേഞ്ഞുമേനഞ്ഞേ മാമണിക്കൊട്ടാരം താഴിട്ടടച്ചാൽ താനെ തുറക്കും തങ്കത്തിൻ കൊട്ടാരം കുളിരമ്പിൽ കുമ്പലും ആവണി തുമ്പിയും മയ്യണി കണ്ണുമായി കാവൽ നിൽക്കണമായ കൊട്ടാരം എന്റെ മോഹക്കൊട്ടാരം മായ കൊട്ടാരം എന്റെ മോഹക്കൊട്ടാരം വെരി ഗുഡ് വെരി ഗുഡ് വെരി നൈസ്. ഡാൻസേഴ്സ് കലക്കി പ്രോപ്പർട്ടീസ്. സൂപ്പർ. ആരാണ് ഇതൊക്കെ സെലക്ട് ചെയ്യുന്ന ഈ ഡ്രസ്? ഷെഫീഖ് മാസ്റ്റർ. ഷെഫീഖ് മാസ്റ്റർ ആണ് കോസ്റ്റ്യൂം ഒക്കെ സെലക്ട് ചെയ്യണത്. അതെ അതെ. ഓ ശരി, നന്നായിട്ട് അടിപൊളിയാണ്. ആളൻ ഇവിടെ ഉണ്ട്. ആ ഷെഫീഖ് മാസ്റ്റർ ഒന്ന് വേദിയിലേക്ക് വരൂ. ഉഗ്രനായിട്ട് ഷെഫീഖ് മാസ്റ്ററെ, നന്നായിട്ട് കോസ്റ്റ്യൂം അടിപൊളി, നല്ല കളർ, നല്ല സെലക്ഷൻ. എവറി ടൈം ഇവരിവിടെ വരുമ്പോഴത്തേക്ക് കൊറിയോഗ്രാഫിയും ഷെഫീഖ് തന്നെയല്ലേ ചെയ്യണേ? അതെ അതെ ആ എല്ലാം അടിപൊളിയായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ സൂപ്പർ. കോസ്റ്റ്യൂം സെലക്ട് ചെയ്ത് എടുത്ത് വെക്കിയ എല്ലാം നമ്മളെ എന്റെ അസിസ്റ്റന്റ് ഉണ്ട്, ജെയിനുണ്ട്. ജെയിനെ വിളിക്കൂ. ജെയിനുകളുണ്ട്. ജെയിൻ വന്നോ. ഞാൻ ഈ പറഞ്ഞു ഈ കോസ്റ്റ്യൂം കളറ് കാര്യങ്ങൾ ഇന്ന കോസ്റ്റ്യൂമാണ് ഇതെല്ലാം പറഞ്ഞ് കൊടുത്ത് പോകത്തേ ഉള്ളു. ഇതെല്ലാം നോട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് കേട്ടോ ഉഗ്രനായിട്ടുണ്ട്. ഞങ്ങളെയൊക്കെ ഇവിടെ ഇരുന്ന് ചില നേരം പാട്ടേ കേൾക്കാൻ വിടൂല. നിങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന കൊറിയോഗ്രാഫിയും കോസ്റ്റ്യൂംസും എല്ലാം എന്താണെങ്കിലും വലിയൊരു കൈയടി കേട്ടോ. അബിൻ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശബ്ദം. ഇപ്പൊ മാറുന്നൊരു സമയമാണ്. ഇനിയും മെച്ചുവർ ആവാനുണ്ട്. ഇനിയും കൂടുതൽ ഒരു മധുരം ഉണ്ടാവും ആ ശബ്ദത്തിൽ. സെബാമോൺ നന്നായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി. ഇതിന്റെ ഭൂരിഭാഗവും നന്നായിട്ട് പാടി പാട്ടിന്റെ. രണ്ടുപേരും കേട്ടോ ഉഗ്രനായിട്ട് പാടി. അബിൻ ഒന്നും പറയാനില്ല, വളരെ നന്നായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയത് മെയിൻ ആയിട്ട് ഉള്ളത് ഹമ്മിങ് ആണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അത് സ്ലിപ്പായി പോയി സെബാമോൺ. അപ്പൊ അതൊന്ന് കറക്റ്റ് ആയിട്ട് പാടാമോ? അത്ര സ്പീഡ് ഉണ്ട്. ആ സംഭവം വരും കറക്റ്റ്. അന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത സെബാമോൺ അത് കറക്റ്റ് ആയിട്ട് വരും കേട്ടോ. കാരണം സംഗതി നന്നായിട്ട് വരുന്ന ഒരു സിംഗറാണ്. പല്ലവി മനോഹരമായിട്ട് പാടി രണ്ടുപേരും. മഞ്ഞും മഞ്ചാടി പൂപ്പൂക്കും എന്നുള്ളതിന്റെ പൂപ്പൂക്കും ആ ഭാഗത്തുള്ള ശ്രുതി ആണ് അനുപല്ലവിയിൽ ഉണ്ടായിട്ടുള്ളത്. ചരണം മനോഹരമായിരുന്നു, ഉഗ്രനായിട്ട് പാടി. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ഹമ്മിങ്ങും കൂടി പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ ഇത് വേറെ ലെവലായാണ് സെബാമോൺ. അപ്പൊ ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു, വളരെ നന്നായിരുന്നു. അല്ലെ, നല്ല എൻജോയ് ചെയ്ത് രണ്ടുപേരും നല്ല ഡാൻസ് ചെയ്ത്. ആ ഡാൻസ് ഒക്കെ കൊള്ളായിരുന്നത്. എങ്ങനെ പഠിച്ചു അത്? ഷെഫീഖ് സാർ പഠിപ്പിച്ചാണ്. ഷെഫീഖ് സാറിന്റെ ഒരു കാര്യം, ഷെഫീഖ് സാറിന് ഡാൻസേഴ്സിനെ പഠിപ്പിക്കണം, കണ്ടസ്റ്റൻസിനെ പഠിപ്പിക്കണം. അതും എത്ര പാട്ടുകള്. അല്ല കൊള്ളാട്ടോ, നന്നായിരുന്നു. നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു നിങ്ങളുടെ ആ മൂവ്മെന്റ്സ്, ഡാൻസ് സ്റ്റെപ്സ് ഒക്കെ നന്നായിരുന്നു. കുറച്ചേ ഉണ്ടായിരുന്നെങ്കിലും, കാരണം മുഴുവനും ആയിട്ട് കളിക്കാൻ പറ്റില്ല, നിങ്ങൾ പാട്ട് പാടണ്ടേ അല്ലേ? കുറച്ചുള്ളെങ്കിലും നന്നായിരുന്നു. അപ്പൊ ബാക്കി ഈ പറഞ്ഞ ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളൂ, ബാക്കിയെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തെടുത്താൽ ഇതിലും ഭംഗിയാക്കാമായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. സെബാമോൻ കുട്ടി, അബിൻകുട്ട, നന്നായിരുന്നു കേട്ടോ. ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത പാട്ടെന്ന് പറയുന്നത് ചില്ലറ പാട്ടല്ല. ഈ സംഗതി ഇപ്പൊ പാടിപ്പിച്ച സംഗതി തന്നെ അതൊരു യമണ്ടൻ സംഗതിയാണ്. അത് നമ്മൾ ഈ റൂമിലും ഇപ്പം നന്നായി പ്രാക്ടീസ് ചെയ്തൊരു കാര്യം. സത്യം ഇപ്പം ഞങ്ങൾ ഇവിടെ ഇരുന്ന് പറയുന്നു, സ്റ്റേജിൽ അവിടെ നിന്ന് ആ സംഭവം പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇതൊരു കോമ്പറ്റീഷനാണ്, ടെൻഷൻ വരും. സോ അതുകൊണ്ട് സഭ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിയ ഇത് സൂപ്പറായിട്ട് പാടും അല്ലേ? പ്രാക്ടീസിന് നന്നായി പാടിയില്ലേ? ആ അതാണ്, അത് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണല്ലോ ഈ പാട്ട് എടുക്കാൻ തന്നെ ധൈര്യം കാണിച്ചത് അല്ലേ? അതുകൊണ്ട് അതൊക്കെ വേണം കേട്ടോ. അതിനെയൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ഇത്രയും ബുദ്ധിമുട്ടുള്ള പാട്ട് അയ്യോ വേണോന്ന് പിള്ളേർ ചിന്തിക്കും. നന്നായിരുന്നു ഈ ഒരു പാട്ട്. ഞാൻ ഇത് ഒരു കീരവാണി എന്ന് പറഞ്ഞ രാഗത്തില് ചെയ്തിരിക്കുന്ന പാട്ടാണ് അത് ഫുള്ള്.
കീരവാണി രാഗം ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട്, ആരാന്നറിയോ? നമ്മുടെ ഇളയരാജ സാർ. ഓ, അദ്ദേഹം കീരവാണിയും കീരവാണിയുടെ ജന്യങ്ങളും നിറയെ ഉണ്ട് അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ. ഭയങ്കര. അത് കഴിഞ്ഞ് പിന്നെ ഇവരെല്ലാവരും ചെയ്യാറുണ്ട്. MSV ആണെങ്കിലും ചെയ്തിട്ടുണ്ട്, ഇദ്ദേഹം ആണെങ്കിലും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ പാട്ട് ഇങ്ങനെ കേട്ടപ്പോ, പണ്ട് ഞാൻ 7 സ്വരങ്ങൾക്കുള്ള എത്തനെ പാടലുകൾ അങ്ങനെ ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു. അവിടെ മറ്റേ ഒരു ആക്ടറുണ്ട്, ഒരു തമാശ ആക്ടർ, ജഗദീഷ് ശ്രീകുമാർ സാറ് പോലെ. അവിടെ ഒരു ആക്ടറുണ്ട്, അദ്ദേഹത്തിന്റെ ഇതാണ്. അദ്ദേഹത്തിന് ഇപ്പൊ ഞാൻ ഗസ്റ്റായിട്ട് പാടാൻ പോകണം. അപ്പൊ അതില് രാഗം പാടിയിട്ട് ഈ മനുഷ്യർക്ക് മനസ്സിലാവുന്നത് എൻ്റെ ഇല്ലേ ആ പാട്ടങ്ങ് പാടും. അപ്പോഴെല്ലാരും കൈയടിക്കും. അപ്പൊ ഇത് ഞാൻ ആലോചിച്ചത് ഇങ്ങനെ കീരവാണി രാഗം ആ ആ ആ കാற்றிൽ ഇന്നെൻ ഗീതം കാണാതെ ഒன்றേ തേടുതേ. ഇത് ഇങ്ങനെ രാഗം പാടി ഈ സംഭവം, ഇത് കീരവാണിയുടെ രാജാ സാർ ചെയ്തിരിക്കുന്ന ഏറ്റവും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പാട്ടാണ്. ഇത് പാടി വരുമ്പോൾ എല്ലാവരും കൈയടിക്കും. ഇങ്ങനെ രാഗം അതിനെക്കുറിച്ച് പറഞ്ഞ് ലാസ്റ്റ് ആ ഫിലിം സോങ് വരുമ്പോഴത്തേക്കും അങ്ങനെ. അപ്പൊ കീരവാണി ഏറ്റവും കൂടുതൽ അവിടെ എനിക്കൊരു അപ്രീസിയേഷൻ കിട്ടിയ ഒരു സംഭവമായിരുന്നു. എല്ലാവരും ആ ഇഷ്ടമുള്ള പാട്ട് വരുമ്പോഴത്തേക്കും. സോ അതിങ്ങനെ ഓർത്തുപോയി. എന്താണെങ്കിലും വിദ്യാസാഗർ സാറിന്റെ ഒരു ഉഗ്രൻ കീരവാണി, ഒരു ഉഗ്രൻ സോങ് നിങ്ങൾ സെലക്ട് ചെയ്ത് പാടി. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സെബക്കുട്ടി, പക്ഷേ ഓൾ ടോട്ടൽ ഡാൻസേഴ്സ് എല്ലാവരും കൂടെ ആയപ്പോഴത്തേക്കും ഭയങ്കര രസമായിരുന്നു, നല്ല വിഷ്വലായിരുന്നു. കട്ടുമോളയാവും. ഗോഡ് ബ്ലെസ് യു. ചേച്ചി എന്തായാലും കീരവാണിയെ പറ്റി പറഞ്ഞപ്പോൾ എന്റെ മനസ്സിലും രാജാ സാറിന്റെ ഒരു പാട്ട് ഓടിയെത്തി. കീരവാണി അങ്ങനെ വിചാരിക്കാത്ത ഒരു കീരവാണി കയറി. പല ഡ്യുവറ്റുകളും ഉണ്ടെങ്കിലും ഇതുപോലെ കഷ്ടപ്പാടുള്ള ഒരു ഡ്യുവറ്റ് ഇല്ല, എഴുതി വെക്കണം. അതായത് കണ്ണിൽ മിന്നട്ടും മിന്നുന്ന അടുത്ത ആളായിരിക്കും, കാതൽ തോണിപ്പാട്ട് അടുത്ത ഇപ്പുറത്തേക്ക്, മിന്നിൽ അന്തിക്ക് ചെന്തെങ്ങി തെന്തിന്റെ അങ്ങനെ എല്ലാം നോക്കി നോക്കി കറക്കം. അത് ഭയങ്കര രസമായിട്ട് എങ്ങനെ വിദ്യാർത്ഥിക്ക് ഇങ്ങനെ ഒരു മനസ്സിൽ തോന്നി. ഇവിടെ വിദ്യാർത്ഥിയുടെ പ്രോഗ്രാം നടന്നപ്പോ ഈ പാട്ട് ഉണ്ടായിരുന്നു. അങ്കമാലിയിൽ അഡ്ലക്സിൽ പ്രോഗ്രാം വിദ്യാർത്ഥിയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നപ്പോ ഈ പാട്ടുണ്ടായിരുന്നു. ശ്രീകുട്ടൻ ചേട്ടനും കൂടെ പാടിയത് ആരാന്ന് എനിക്ക് മൃദുലയാണ് എന്ന് പറഞ്ഞോളൂ. നിങ്ങൾ തകർത്തു കേട്ടോ. ആ തിങ്സ് ഒക്കെ നമുക്ക് വരും, കുഴപ്പമില്ല. എന്നാൽ ഇത്രയും ഭംഗിയായിട്ട് പാടിയില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ. സെബക്കുട്ടി, അപ്പൊ ഇന്നത്തെ പാട്ടിന് അറിയാലോ, പ്രശ്നങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ അതനുസരിച്ചുള്ള മാർക്കായിരിക്കുമല്ലോ, അറിയാലോ. അപ്പൊ സെബക്കുട്ടിക്ക് ഇന്ന് കിട്ടുന്ന മാർക്ക് 98 ഔട്ട് ഓഫ് 100. എന്ത് പൂക്കുട്ടിയാ വേണ്ടേ? നല്ല ചേർച്ച. നീ ഭയങ്കരമായിട്ട് പെമ്പിളേരെ സ്നേഹിക്കും, എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. ആദ്യൊരു അബിൻ സെബ പൂക്കുറ്റി. നിന്നെ കിട്ടുന്ന പെങ്കൊച്ച് ഭാഗ്യവതി. കുറച്ചുകൂടെ ഉച്ചത്തിൽ പറയൂന്ന്. സ്നേഹസമ്പന്ന. ഓൾ ദ ബെസ്റ്റ് ചക്രി, ഓൾ ദ ബെസ്റ്റ്. ബൈ. ോളം സമാനതകളില്ലാത്ത രുചി. LG കായം.